താങ്കൾ എന്നും NSSോട് ഒരു സൗഹാർദ്ദപരമായ നിലപാട് നിലനിർത്തുകയും NSS താങ്കളുടെ ഒരു ലോക്യം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. എന്നാൽ താങ്കൾ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കെ തന്നെ NSS മറുകണ്ഠം ചാടി. ഭരണപക്ഷത്ത് ഇപ്പോൾ വളരെ പിന്തുണ കൊടുത്തിരിക്കുക NSS ജനറൽ സെക്രട്ടറി. താങ്കൾ മണിച്ചേട്ടാന്ന് വിളിക്കുന്ന ജി സുകുമാരൻ നായർ തന്നെ പിണറായി വിജയന്റെ വലിയൊരു കടുത്ത ഫാനായിട്ട് മാറിയിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇല്ല, അവരാകെ ആഗോള അയ്യപ്പ സംഗമത്തിലാണ് അവർ അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. അവർ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സമദൂരം തന്നെയാണ്, ആ സമദൂരത്തിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. അത് തന്നെ വളരെ വ്യക്തമല്ലേ. എനിക്ക് NSSുമായിട്ട് മാത്രമല്ല, എനിക്ക് SNDPയുമായും നല്ല ബന്ധമാണ്. കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുമായും ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അത് വർഷങ്ങളുടെ ബന്ധമാണ് എനിക്ക്. വർഷങ്ങളുടെ ബന്ധമാണ് ഇവരൊക്കെ എല്ലാം എനിക്കുള്ളത്. അത് നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുമ്പം അവരൊക്കെയാണ് ഭരണരംഗത്തുള്ളപ്പം ഇവരൊക്കെയായിട്ട് നല്ല ബന്ധം പുലർത്തേണ്ടി വരില്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ കോൺഗ്രസ് അടങ്ങുന്ന UDFനോട് NSS ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താ കാരണം? കാരണം നിങ്ങളെപ്പോലെയുള്ള NSSുമായും അല്ലെങ്കിൽ SNDPയുമായിട്ടൊക്കെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് അവരെ പിടിച്ചു നിർത്താൻ പറ്റാതെ പോകുന്നത്? അല്ല, അവരങ്ങ് പോയിട്ടില്ലല്ലോ പിടിച്ചു നിർത്താൻ. അല്ല, അവര് പറയുന്നു അവര് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ അവര് അതിന് സമദൂരം പോയില്ലേ? ഇല്ല, സമദൂരം തന്നെയാണ് ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അവരങ്ങ് ആ ശരിദൂരം ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ശരിദൂരത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണോ അങ്ങയുടെ പ്രതീക്ഷ? തീർച്ചയായിട്ടും. ഈ ന്യൂനപക്ഷങ്ങൾ ഈ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തുകൊണ്ട്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കോൺഗ്രസ് എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ തരം പോലെ ന്യൂനപക്ഷ പ്രേമം ഉയർത്തിപ്പിടിക്കുകയും തരം പോലെ ഭൂരിപക്ഷ പ്രേമം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നില്ല. കേരളത്തിലെ CPM ചെയ്യുന്ന അതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചതെല്ലാം ഇതിനെപ്പറ്റിയാണ്, ന്യൂനപക്ഷങ്ങളെപ്പറ്റി മാത്രമാണ്. പൗരാവകാശ നിയമത്തെപ്പറ്റിയാണ് പ്രസംഗിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ന്യൂനപക്ഷത്തെ വിട്ടു. ഇപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. പെട്ടെന്നാണ് അദ്ദേഹത്തിന് അയ്യപ്പനോടുള്ള ഭക്തി വന്നത് മുഖ്യമന്ത്രിക്ക്. അപ്പം ന്യൂനപക്ഷങ്ങളെ കൈവിട്ട് ഭൂരിപക്ഷത്തെ പിടിച്ചിരിക്കുകയാണ് ഇപ്പം. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. താങ്കൾ ഈ അടുത്ത കാലത്ത് എന്നുവെച്ചാൽ ഇപ്പം KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല അഭിപ്രായം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ KSRTCയെ സ്വകാര്യവൽക്കരിക്കാൻ KB ഗണേഷ് കുമാർ ശ്രമിക്കുന്നു എന്ന രീതിയിൽ താങ്കളുടെ ആരോപണം ഉന്നയിച്ചു. ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ഞാനങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഉറപ്പാണല്ലോ? ഇല്ല. താങ്കൾക്ക് KSRTCയുള്ള നിലപാടെന്താ? KSRTC ശക്തിപ്പെടുത്തണം, പക്ഷെ ഇന്നത്തെ നിലയിൽ ശക്തിപ്പെടില്ല. എന്തുകൊണ്ട്? കാരണം ഇപ്പൊ പരസ്യത്തിൽ മാത്രമാണല്ലോ ശ്രദ്ധ. പുറകിലും പരസ്യം, മുമ്പിലും പരസ്യം, രണ്ട് സൈഡിലും പരസ്യം. ഡ്രൈവർക്ക് കണ്ണുപോലും കാണാൻ വയ്യ ഈ പരസ്യം കാരണം. ഗവൺമെന്റിന്റെ പരസ്യം മാത്രമാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യ വണ്ടിയായിട്ടാണ് ഇപ്പൊ KSRTC ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും KSRTC രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ നിങ്ങൾ ഇപ്പം ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുക VD സതീശൻ്റെ. ഈ VD സതീശൻ, രമേശ് ചെന്നിത്തല അല്ലെ KC വേണുഗോപാൽ, താങ്കൾ തലമുതിർന്ന നേതാവാണ്. അപ്പോൾ ഈ നിങ്ങളുടെ ഈ നേതൃനിര വളരെ ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് കരുതാമോ? ഞങ്ങൾ വളരെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ജാഥയ്ക്ക് വൻപിച്ച മുന്നേറ്റമുണ്ട്. ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലയിലാണ് VD സതീശൻ നേതൃത്വത്തിലുള്ള യാത്ര മുന്നോട്ട് പോകുന്നത്. അതിൽ കൂടുന്ന ജനങ്ങളെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ജനങ്ങളുടെ വികാരം എന്താണ്. ഈ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരം നിലനിൽക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഈ NSSന്റെ നേതൃനിര, പ്രത്യേകിച്ച് ഈ സുകുമാരൻ നായർ VD സതീശനെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചു. അപ്പോൾ ആളുകളൊക്കെ പ്രതീക്ഷിച്ചു താങ്കളിൽ നിന്നൊരു മറുപടി. പക്ഷേ താങ്കളുടെ മൗനം പാലിച്ചു. അത് അർത്ഥഗർഭമായ മൗനമായിരുന്നു, അതോ വെറുതെ ഉടക്കാൻ പോകണ്ടെന്ന് കരുതിയതാണ്? അല്ല, ഞാനങ്ങനെ, നിങ്ങൾക്കറിയാമല്ലോ, ഞാനങ്ങനെ ആരെങ്കിലും അത് അനാവശ്യമായിട്ട് ഉടക്കുന്ന ഒരാളല്ല. 9 വർഷം NSS എന്നോട് അകന്നു നിന്നു. 9 വർഷം പെരുന്നേ പോയില്ല. 9 വർഷം ഞാൻ പോയിട്ടില്ല. 9 വർഷം. അപ്പം അന്ന് ഞാൻ ആരെ അനാവശ്യമായിട്ട് വിമർശിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഒരു സ്വഭാവമില്ലത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.